ഇനി നമ്മൾ വൈകിട്ടേ കടയിൽ പോയി വരുമ്പോൾ കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂന്തലൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ടു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയുള്ളിയും വലിയുള്ളിയും ഇല്ലേ അതും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടികൾ ചേർക്കണം. കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെയൊക്കെ നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ ഇവിടെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോഴേക്കും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനത് നമ്മൾ മോര് കാച്ചി വെച്ചിട്ടുണ്ട്. മോര് കാച്ചിയതും നമ്മുടെ ഈ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.